ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? സുഖമെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു ഒരു പരിപാടി കിട്ടിയിട്ടുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ ഒരു കല്യാണ പരിപാടിയാണ്. ഒരു 500 പേർക്ക് ഫ്രൈഡ് റൈസും ചിക്കനും കപ്പയും മീൻകറിയൊക്കെ വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അത് വെക്കാനായിട്ട് പോകാം. പക്ഷേ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലാസ്റ്റ് ഒരു ബെല്ലൂടെ അടിച്ചേക്കണേ. അപ്പോൾ നമുക്ക് ഈ പരിപാടിയിലേക്ക് നമുക്ക് പോകാം. 130 കിലോ കോഴി എടുത്തിട്ടുണ്ട്. അപ്പം അത് വെട്ടി പീസാക്കി നമ്മൾ മസാല ഒക്കെ പറ്റി വെച്ചിരിക്കുകയാണ്. അത് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പ്, നാരങ്ങ പിഴിഞ്ഞ് ചേർത്തു, ശകലം മസാല ഇട്ടിട്ടുണ്ട്. നല്ല കളർഫുള്ളായി. എരിവാണ് നമ്മൾ കുറവാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ കറി വെക്കുമ്പം നമുക്ക് നല്ലപോലെ എരിവൊക്കെ ചേർക്കാൻ. നമ്മൾ ഫ്രൈഡ് റൈസും ചിക്കനുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത് മസാലയൊക്കെ പെട്ട് റെഡി ആയിരിക്കുകയാണ്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചിക്കനും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. ചിക്കൻ വേകുന്ന സമയം കൊണ്ട് ഇവിടെ കുറച്ച് പണിയാറുണ്ട്. അത് ഭയങ്കര ബഹളം കഴുത്തുമൊക്കെ. എന്നാന്ന് വെച്ചാൽ നമുക്ക് കാണിക്കാം. ഇതാണ് വെജിറ്റബിളിൻ്റെ ആള്, വെജിറ്റബിൾ പണിയുന്ന ആളാണ് ഇത്. ഇപ്പൊ അവിയലും സാമ്പാറൊക്കെ വെക്കുന്ന ആളാണ്. ഇത് കപ്പയുടെ സ്പെഷ്യൽ ആളാണ്. ഇത് കപ്പ വിളിക്കുന്നുണ്ട് രണ്ടുപേരെ. മോഹം കാണിച്ചു കൊടുത്ത് രണ്ടുപേരെ കപ്പയുടെ ആളാണ്. അപ്പം നമുക്കിതിപ്പം ഫ്രൈഡ് റൈസും ചിക്കനുമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിലേക്ക് നമുക്ക് പോകാം. ചിക്കൻ പറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അത് വേകുന്ന സമയം കൊണ്ട് നമ്മൾ സവളയും കൂടെ നമുക്ക് വഴുത്തിയെടുക്കാം. അതിന് നമ്മൾ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്, അടുപ്പും കത്തിച്ചിട്ടുണ്ട്. എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. സവള വഴുത്താനായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 2 ലിറ്റർ എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. സവള അങ്ങോട്ട് നല്ലപോലെ വഴുത്താനായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ സവോള കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പരിപാടിയായിട്ട് നമ്മൾ തന്നെ വേണം കുറച്ചൊക്കെ ചെയ്യാനായിട്ട്. എനിക്ക് പാത്രം കഴിയാനായിട്ടൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. നല്ലപോലെ ഒന്ന് വഴുത്തിയെടുക്കണം. ഇതൊന്ന് വഴട്ട് ഇതൊന്ന് പെട്ടെന്നൊന്ന് വേകാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് വെജിറ്റബിൾസിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റ് അരിഞ്ഞു വെച്ചു, ബീൻസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, സല്ലറി ലീവ്സ് ഉണ്ട്, മല്ലിയില, പുതിനയില, ചക്ക, ഈ ഐറ്റങ്ങളൊക്കെ വേറെ ഉണ്ട്. ഇതെല്ലാം സമയം കിടക്കുന്നേ ഉള്ളൂ അരിയാനായിട്ട്. നമുക്കിത് അതിന് പെട്ടെന്ന് കുറച്ച് നമ്മൾ അരിഞ്ഞു കൊടുക്കാം. ഒരു 3/4 വേവായിട്ടുണ്ട്. അത് നമ്മൾ കോരി അങ്ങ് എടുത്തേക്കാം. നല്ല അങ്ങോട്ട് വാലട്ടെ. ഇതും കിടന്ന് വേഗട്ടതല്ല. ആ സമയം കൊണ്ട് നമുക്ക് അരിഞ്ഞു കൊടുക്കാൻ പോവാം. സമയം കിട്ടും. എൻ്റെ അമ്പവും ഇത് എടുത്തിട്ട് നമുക്ക് കാണാം. വെളുത്തുള്ളിയും
ചുമന്ന വെള്ളയും കൂടെ ചതച്ചത അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കിടന്ന് ഇതിനകത്തോടെ ഇഞ്ചി കൂടെ നമുക്ക് ഇട്ട് കൊടുത്തേക്കാം. എൻ്റെ അമ്പം പോവും. അപാര ചൂട്. അപ്പോൾ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലാസ്റ്റ് ബില്ലൂടെ അടിച്ചേക്കണേ. പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തേക്കാം. തക്കാളിക്കായി കൂടെ ഇട്ട് കൊടുത്തേക്കാം. നല്ലൊരു വഴക്കാണ്. എൻ്റെ അമ്മ നാടൻ കരിവേപ്പില. ഈ കരിവേപ്പിലൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മസാല കൂട്ടുകളൊക്കെ ചേർത്ത് സൗണ്ടൊക്കെ നല്ല വഴന്നിട്ടുണ്ട്. 1.5 കിലോ മല്ലിപ്പൊടി. ഇത് എരിവുള്ളതും എരിവില്ലാത്തതാണ്. 2 കിലോ ഇട്ടിട്ടുണ്ട്. മഞ്ഞപ്പൊടിയുണ്ട് 200 ഗ്രാം എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി, ഗരം മസാല നമ്മൾ പൊടിച്ച സാധനങ്ങൾ, ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുന്നത്. ഇതിനെ നല്ല പച്ചപ്പ് മാറാൻ വേണ്ടി നമുക്ക് ഇളക്കി കൊടുക്കണം. പിന്നെ മസാലയൊക്കെ നല്ല മൂത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ അകത്ത് നല്ല കിടന്ന് വേഗം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ നല്ല ഒന്ന് വേഗട്ട് ഇത്. ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി ക്യാരറ്റ് അരിഞ്ഞതും ക്യാപ്സിക്കം അരിഞ്ഞതും പൈനാപ്പിൾ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള മല്ലിയില കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർക്കും. പുതിനയിലാണ്, മല്ലിയിലയിൽ പുതിനയില. ആവശ്യത്തിനുള്ള മല്ലിയില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില കൂടെ ചേർത്ത് ഇതിനെ നല്ലപോലെ നമുക്ക് പരിപ്പാണ്, പറങ്ങാണ്ടിപ്പരിപ്പ്. ഇത് അരച്ചതാണ്. 1.5 കിലോ ഉണ്ട്. അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ റെഡി ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മസാല എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ചിക്കൻ നമ്മൾ നല്ലപോലെ റെഡിയായിട്ട് നല്ലപോലെ നമുക്ക് ഇളക്കി സെറ്റാക്കി കൊടുക്കാം. എൻ്റെ അമ്പമ്പോ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത് റൈസ് ഉണ്ടാക്കാനായിട്ട് പോകാം. നമുക്ക് ചോറ് വെക്കാനായിട്ട്, റൈസ് വെക്കാനായിട്ട് പാത്രം വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് കൊടുക്കാം. നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നിറച്ചിട്ട് കാണാം. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വറക്കാനായിട്ട് നമുക്ക് ഡാൽഡ ഒഴിച്ചു കൊടുക്കാം. ഡാൽഡ ചൂടായിട്ടുണ്ട്. നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം.
മുരിങ്ങയുടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കരിവേപ്പിലൂടെ നമുക്ക് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് സവളോടെ വറുത്ത് കൊടുക്കാം. ചോറ് വെക്കാൻ വേണ്ടി നമ്മൾ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്, അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. വെള്ളത്തിലോട്ട് മസാലക്കൂട്ടും കൂടി ഇട്ടേക്കാം. അതായത് കറുവാപ്പട്ടയുണ്ട്, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക്, തക്കോലം, ജാതിപത്രി, ഇത്രയും സാധനം നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. നമ്മൾ അരി ഇട്ടിട്ടുണ്ട്, തിളച്ച് വരുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ക്യാരറ്റ് കൊണ്ട് ഇട്ട് കൊടുക്കാം. ബീൻസ് അരിഞ്ഞാണ് നമ്മൾ ക്യാപ്സിക്കം ഉണ്ട്, പൈനാപ്പിളും ഇട്ട് കൊടുക്കാം. നമ്മൾ പെട്ടെന്ന് ഡംപ് ചെയ്ത് കഴിഞ്ഞു. എന്നാന്ന് വെച്ചാൽ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഡംപ് ചെയ്ത് കഴിഞ്ഞു. അപ്പം അടുത്ത ചെമ്പുലയിലേക്കൊക്കെ ഞങ്ങൾ പോവുകയാണ്. നമ്മുടെ രണ്ടാമത്തെ ചെമ്പും ഡംപ് ചെയ്ത് കഴിഞ്ഞു. ഗ്ലാസ് ചൂടാകാൻ വേണ്ടി നമുക്ക് ചെമ്പൊന്ന് പൊട്ടിച്ചു നോക്കാം. എന്റെ അമ്പമ്പോ സൂപ്പർ മണം. നല്ലപോലെ ഒന്ന് സെറ്റ് ആക്കി എടുക്കണം. എന്താ വെച്ചാല് ആൾക്കാർ വരാൻ തുടങ്ങി, അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് റെഡി ആക്കണം കേട്ടോ. പിന്നെ നമുക്ക് അടച്ചു വെക്കാം. അടുത്ത വിഭവങ്ങളെ നമ്മൾ കാണിക്കാം. ഇവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. സൂപ്പർ മണം, അടിച്ചു പൊളിച്ചു. എനിക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല. നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം അടിച്ചേക്കണേ. അടുത്ത നമ്മൾ സലാഡാണ് എടുത്തിരിക്കുന്നത്. ഒരു 10 ലിറ്റർ തൈരും എടുത്തു, ഒരു 5 കിലോ സവളയും ചേർത്തു, പിന്നെ തക്കാളി ആണെങ്കിൽ 2 കിലോ ചേർത്തു, പച്ചമുളക്, പിന്നെ കരിവേപ്പില, മല്ലിയില, ക്യാരറ്റ്, പൈനാപ്പിൾ, എല്ലാ ഐറ്റവും നമ്മൾ ചേർത്തിട്ടുണ്ട്. അടിച്ച് പൊളിച്ച് നമ്മൾ കപ്പയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കപ്പ നമ്മൾ കുഴച്ചെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അടിച്ച് പൊളിച്ചു, പറയാൻ വാക്കുകളൊന്നുമില്ല. മീൻകറിയാണ്, തളയാണ്. തള നല്ല സോഫ്റ്റ് മീനാണ്. നല്ല കപ്പയ്ക്കുള്ള ഗ്രേവിയാണ് നമ്മൾ ഇത്ര നോക്കിയിരിക്കുന്നത്. ഇത് അടിച്ച് പൊളിച്ചു, ഒന്നും പറയാൻ വാക്കുകളൊന്നുമില്ല. അപ്പോൾ നിങ്ങളോട് എനിക്കൊരു വാക്ക് പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലാസ്റ്റ് ബെല്ലൂൺ അടിച്ചേക്കണേ.
അടിപൊളി ഫുഡാ. ചിക്കനൊക്കെ ഗംഭീരം. എങ്ങനെയുണ്ട് അച്ഛാ? ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് ഫുഡ് എങ്ങനെയുണ്ട്? നല്ല ഫുഡല്ലേ? നമ്മളൊരു 10-500 പേരുടെ ഫുഡാണ് പറഞ്ഞത്. നമ്മൾ 10-700 പേര് മേളിൽ ആൾക്കാർ വന്നു. അവർക്കെല്ലാം ഫുഡ് ഇഷ്ടപ്പെട്ടു. ഇതാണ് നാളെ ഒരു ഫംഗ്ഷനാണ്, കല്യാണത്തിന് ഫംഗ്ഷനാണ്. അപ്പം അതിൻ്റെ കുട്ടിയുടെ അച്ഛനാണ് അവരുടെ വീട്ടിലേക്കായിരുന്നു ഫുഡ് ഉണ്ടാക്കി കൊടുത്ത്. അവരോട് നമുക്ക് ചോദിക്കാം എന്താണെന്ന്. ഫുഡ് എങ്ങനെ ഉണ്ട്? നല്ല ഫുഡാണ്. കഴിച്ചവരില്ലാത്ത നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനി ഇങ്ങനെയുള്ള ഫുഡുകൾ ഉണ്ടാക്കി തരട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആള്. അവർ പറയുന്നത് നല്ല ഫുഡാണ്. ഇനി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഫുഡ് 10,000 എത്രയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വിളിപ്പിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ടാറ്റ.